കേസ് നമ്മൾ തോറ്റു കേസ്. അതായത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് അനീതി ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ വർഷത്തെ അഡ്മിഷൻ പ്രൊസീജിയർ ലേറ്റ് ആക്കാനുള്ള ഒരു ആംബിഗ്വിറ്റി ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. ഉറപ്പായിട്ടും അടുത്ത വർഷത്തേക്ക് മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ള എത്രയും പെട്ടെന്ന് എന്ത് അലോട്ട്മെന്റ് ഫില്ല് ചെയ്യുക. കാരണം 18-ാം തീയതി വൈകുന്നേരം 4 മണി വരെ ഉള്ളൂ. അതേപോലെ തന്നെ സങ്കടപ്പെട്ടിരിക്കുന്നവരോട് എനിക്ക് ഒരു കഥ പറയാനുണ്ട്. അത് NIT എല്ലാ വർഷം എന്ത് ചെയ്യാറുണ്ട്, ഗൂഗിൾ പ്ലേസ്മെന്റിന് വരും. പക്ഷെ ഒരു വർഷം ആരെയും എടുക്കില്ല. അപ്പം ഞങ്ങളൊക്കെ തമാശക്ക് പറയാറുള്ളത് ഗൂഗിൾ നമ്മൾ അർഹിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഞാൻ പുറത്തിറങ്ങിയ തൊട്ടടുത്ത വർഷം പത്രത്തിലൊക്കെ 1.5 കോടി വാർഷിക ശമ്പളത്തിൽ ഗൂഗിൾ ഒരാളെടുത്തു. അപ്പം എനിക്കൊക്കെ അസൂയ, കാരണം ഭയങ്കര പ്രശ്നമാണ് ഏത് ജൂനിയർക്കെ കിട്ടിയെന്നുള്ളത്. പക്ഷെ അതൊരു M.Tech കാരനായിരുന്നു. അവൻ B.Tech പഠിച്ചത് ഏതോ ന്യൂ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ, എങ്ങനെ നവജ്യോതി അങ്ങനെ എന്തോ, നമ്മൾ കേട്ടിട്ട് പോലില്ല. അപ്പോൾ അതിൻ്റെ റിയാലിറ്റി എന്താ? അപ്പോൾ ആ B.Techന്റെ സമയത്ത് അവൻ നല്ല അടിപൊളിയായി പഠിച്ച് M.Tech NIT പഠിച്ച് അവിടെ നന്നായി പഠിച്ചുകൊണ്ടാണ് ആ ജോലിയിട്ട്. അൾട്ടിമേറ്റ്ലി നമുക്ക് ഈ നല്ല റാങ്കൊക്കെ കിട്ടിയാൽ നല്ല കോളേജ് നല്ല ജോലിയല്ല നമ്മൾ ഉദ്ദേശം. അപ്പോൾ നിങ്ങൾ B.Tech അടിപൊളിയായി പഠിച്ചാൽ ഉറപ്പായിട്ട് ആ ടോപ്പ് 1% നിങ്ങൾ എത്തിയാൽ ഉറപ്പായിട്ടും നല്ല ജോലി നിങ്ങൾക്ക് കിട്ടും. അതെന്ത് ചെയ്യുക, നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കാം. ഇപ്പം നമ്മളോട് അനീതി കാണിച്ചവരോട് നമുക്ക് നല്ല ജോലി വാങ്ങിയിട്ടാണ് എന്ത് ചെയ്യുക ഇത് പ്രതികാരം ചെയ്യേണ്ടത്. ഞാൻ ലാസ്റ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സങ്കടമൊന്നുമില്ല കേട്ടോ. അത് ഇങ്ങനെ ഒരു അനീതി കണ്ടിട്ട് നമ്മളൊന്നും പ്രതികരിച്ചില്ല, എനിക്ക് ഒരിക്കലും ഉറങ്ങാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇപ്പം എന്താണ്, നമ്മൾ ഏറ്റവും അവസാനം വരെ പോരാടിയിട്ടുണ്ട്, ഏറ്റവും നല്ല വക്കീലിനെ വെച്ചു. ആൻഡ് ഒരു ആത്മനിർവൃതി എന്തായാലും ഉണ്ട്, സങ്കടമുണ്ട്, പക്ഷേ എന്താണ് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പിന്നെ നമ്മൾ 10ാം ക്ലാസ് തുടങ്ങിയാലടാ, നിങ്ങൾ യാത്രയിൽ നീ അവസാനം വരെ ഞാൻ കൂടെ ഉണ്ടാകും കേട്ടോ. ബൈ.